അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? നമുക്ക് ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഉച്ചക്കത്തേക്ക് ഉള്ള കറിൻ്റെ ഇതാണ് എടുത്തു വെച്ചിട്ടുള്ളത്. വൈതിരിങ്ങാണ് കേട്ടോ, നല്ല മൊഞ്ചുള്ള വൈതിരിങ്ങാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തക്കാളി, പച്ചമുളക് ഇത് വെച്ചിട്ട് നമുക്ക് ഒരു കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പം നിങ്ങൾ നമ്മളെ കിച്ചണിലേക്ക്, അതായത് കാപ്പാട് കിച്ചണിലേക്ക് ഒന്ന് ഓടി വന്നോളിട്ടോ കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി, ഒരിത്തിരി മുളക് പൊടി ഇട്ടിട്ടൊന്ന് ഹാഫ് വേവിലൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എണ്ണയാണ്. അപ്പൊ ഇത് ഒന്ന് ഹാഫ് വേവിനൊന്ന് വാട്ടിയെടുക്കട്ടെ കേട്ടോ. നല്ല അടിപൊളിയാണ് കേട്ടോ കഴിക്കാനത്. ഇത് നമ്മളെ എന്താ പറയാ, ഗായികയില്ല, നമ്മളെ രാധിക മേഡം ഓരോ പറഞ്ഞൊരു കറിയാണ് വൈദ്യം. എങ്ങനെ കറി വെച്ചാൽ നല്ല രുചിയാണ്, ഒരുപാട് ചോറ് തിന്നാന്നാണ് ഓര് പറഞ്ഞത്. അപ്പം നമ്മളൊന്ന് നോക്കാമല്ലോ, നമുക്ക് ഒരുപാട് ചോറ് തിന്നാൻ പറ്റുമെന്ന് നോക്കണമല്ലോ. അപ്പം എന്താ, നമ്മളെ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ കടുക് പൊട്ടിക്കാൻ പോകണേ. കുറച്ച് ജീരകം കൊടുക്കട്ടോ, അതും കൂടെ ഒന്ന് പൊട്ടി വരണേ. നമ്മളെ കടുക് ജീരകമൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഞാൻ സവാള ഇട്ട് കൊടുത്തിട്ടാ. അത് നന്നായിട്ട് വാടി വരട്ടെ. അപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടിയാണ്. എന്നിട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നല്ലോണം വേവണമെന്നില്ല കേട്ടോ. അപ്പം തന്നെ ഞാൻ വൈതിരിങ്ങ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനെ പൊരിച്ചത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം വെന്തിട്ട് കഷ്ണങ്ങൾ കാണാതെ നല്ലോണം വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ലേശം ഉപ്പ് കൊടുക്കാം കേട്ടോ. പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കാണിക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെക്കുന്ന മുമ്പേ ലേശം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പുളിവെള്ളം ഒഴിച്ചു കൊടുക്കും. ഒന്ന് കുറുകിയിട്ട് വരട്ടെ, നമുക്ക് വെന്ത് നല്ലോണം വൈതിരിങ്ങ ഉടഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ഇതാ നമ്മളെ വൈതിരിങ്ങ കറി നന്നായിട്ട് പാകമായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ലോണം വെന്ത് ഉടഞ്ഞ് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാന്ന് അറിയാം, ലേശം ഒന്ന് ഉലുവ, കായപ്പൊടി ഇല്ലേ, കായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കായപ്പൊടിയാണ് ഇതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത്. അതും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലേശം മല്ലിയില, അതായത് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് തീ ഓഫാക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. അതായത് ആ കായത്തിൻ്റെ പൊടി എല്ലാ സ്ഥലത്തും എത്തുന്നവരെ ഇളക്കി കൊടുത്തിട്ട് അത്രയും മതി. നമ്മളെ വൈതിരിങ്ങ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ഉണക്കമീൻ പൊയ്ക്കട്ടെ കേട്ടോ. ഇതിന് ചോറ് ഇപ്പം വെക്കണം. ഉണക്കമീൻ വറുത്ത് കഴിഞ്ഞിട്ട് ചോറ്. നമ്മളെ ഉണക്കമീൻ ഇങ്ങനെ തല വെച്ചിട്ട് തന്നെ ഉള്ളതാണ് കേട്ടോ. മുളകൊക്കെ പരത്തിയിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഇപ്പം നമ്മളെ ഉണക്കമീൻ കണ്ടില്ലേ, നമുക്ക് മാന്തള് എന്ന് പറയൂട്ടാ. മാന്തള് നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നാണേ, ഒരാൾ തന്നതാ, നമ്മളടുത്ത വീട്ടിലുള്ള ഒരാൾ തന്നതാ വരുമ്പോൾ. അപ്പം അതും കൂടെ ഒന്ന് വറുത്ത് നമുക്കൊന്ന് ചോറ് ഒരു പിടി പിടിക്കാം. ഇതാ മക്കളെ, നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ട്. പച്ചരിച്ചോറാണ് കേട്ടോ, ബസ്മതിൻ്റെ അരിയാണ്.
മോട്ടാച്ചാവലല്ല. അപ്പോൾ അത് ചോറ് വിളമ്പി കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് വൈതരിങ്ങൻ്റെ കറി ഒഴിക്കാം. കറി ഒഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്കൊരു ഉണക്ക മാന്തൽ എടുത്തിട്ട് വെക്കണ്ട ചോറ്, എന്നിട്ടൊന്ന് കുഴച്ചിട്ട് വെക്കാം. അപ്പോൾ തൽക്കാലം സ്പൂൺ കൊണ്ടാണ് കുഴക്കുന്നുള്ളത്, കാരണം ചൂടുണ്ട്, നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, കാരണം നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ വായിന്ന് വെള്ളം വരുന്നുണ്ടാവും, നമുക്ക് തന്നെ അറിയാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, കാപ്പാടിനൊന്ന് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക, ചെറിയ വീഡിയോ അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം കേട്ടോ മക്കളെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളെ മുമ്പിലേക്ക് വരുന്നത് വരയ്ക്കും. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ഓക്കെ, ബൈ ബൈ.